തെളിവുകൾ സംസാരിക്കും, സത്യം ഒളിഞ്ഞിരിക്കുമെന്ന് പറയുമ്പോൾ സുരേഷ് ഗോപി പറഞ്ഞതിനോട് ഒരു തിരുത്ത്. കോടതിയിൽ വിജയിക്കുന്നത് തെളിവുകൾ തന്നെയാണ്. പക്ഷേ അത് തെളിവുകൾ വിജയിക്കുമ്പോൾ അസത്യമാണ് വിജയിച്ചിട്ടുള്ളതെങ്കിൽ, ഫാബ്രിക്കേറ്റ് ചെയ്ത തെളിവുകളാണ് അവിടെ വിജയിച്ചിട്ടുള്ളതെങ്കിൽ, സർക്കാർ വെക്കുന്ന പ്രോസിക്യൂഷനും അതുപോലുള്ള ആളുകളും പണത്തിന് പിന്നാലെ പോയി അങ്ങനെയാണ് സംഭവിച്ചതെങ്കിൽ, കോടതിയിൽ ആരെല്ലാം ഈ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്യുന്നുള്ളൂ അവരെല്ലാം പണം വാങ്ങിയിട്ടുണ്ടെങ്കിൽ, പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന തത്വശാസ്ത്രം പ്രയോഗിക്കത്തിൽ ഉണ്ടെങ്കിൽ, മദ്യത്തിനും മദിരാക്ഷിക്കും സ്ത്രീക്കും പണത്തിനും പൊന്നിനുമൊക്കെ വേണ്ടി ഏതെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും ഏതെങ്കിലും നിലവാരത്തിലോ സമയത്തോ, അത് അന്വേഷണ ഉദ്യോഗസ്ഥർ മുതൽ ഏറ്റവും മുകളിലേക്ക് പോകുന്ന കോടതി സംവിധാനം വരെ ഉള്ള ഇടങ്ങളിൽ നിന്ന് മനുഷ്യനുണ്ടാകാവുന്ന ദൗർബല്യങ്ങളെ ചൂഷണം ചെയ്തുകൊണ്ട് ഫാബ്രിക്കേറ്റഡായ തെളിവുകൾ വരുമെങ്കിൽ സത്യം മറഞ്ഞിരിക്കുകയല്ല ചെയ്യുന്നത്, നിഴൽ പോലെ എണീറ്റ് നിൽക്കും. ആ സത്യത്തിന് ഒരു തലമുടി നാരിഴയുടെ അല്ലെങ്കിൽ ഒരു നഖത്തിൻ്റെ, ഒരു വിരലിൻ്റെ ഒരു നഖത്തിൻ്റെ അല്ലെങ്കിൽ ഒരു കണത്തിൻ്റെ ഒരു കണിക മാത്രം മതിയായിരിക്കും. സത്യത്തിൻ്റെ ഒരു കണികയുണ്ടെങ്കിൽ അത് രത്നം പോലെ വിളങ്ങുക തന്നെ ചെയ്യും. ഞാൻ ഇത്രയും ആമുഖമായി പറഞ്ഞത് ദിലീപിൻ്റെ കേസ്, ദിലീപ് ശിക്ഷിക്കപ്പെടും എന്ന് തന്നെ എല്ലാവരും വിചാരിച്ചു.